പാലക്കാട്ടേക്ക് ഐഷത്തുൽ ഷംന ചേർന്നു. ഐഷത്തുൽ ഷംന, ഇന്ന് മൗന പ്രചാരണത്തിന് ദിവസമാണ്, നാളെ വോട്ടെടുപ്പാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ പൊതുവെ എങ്ങനെയാണ് സ്ഥിതി? ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ നിശബ്ദ പ്രചാരണ ദിവസം രാവിലെ മുതൽ തന്നെ വീടുകൾ കയറിയുള്ള പ്രചാരണം 3 മുന്നണികളും തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. ഇന്നലെ ഈ അവസാന ദിവസം, പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസമൊക്കെ ആ ഒരു കൊട്ടിക്കലാശ വേളയിലൊക്കെ 3 മുന്നണികളുടെയും ആവേശം നമ്മൾ കണ്ടതാണ്. ഇന്നും അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം 3 മുന്നണികൾക്കുമുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത, രാഷ്ട്രീയമായി തന്നെ ഉറച്ചു പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് തലവേദനയാകുന്നത് ബിജെപിക്കുള്ളിലെ വിഭാഗീയത തന്നെയാണ്. ഈ ബിജെപിയിലെ മുൻ നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇത്തവണ തലവേദന ആകുമെന്നാണ് കണക്കുകൂട്ടലുള്ളത്. പക്ഷെ അതേസമയം തന്നെ UDF-നെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതേ തുടർന്ന് വന്ന കേസ്, പരാതിയൊക്കെയായിരുന്നു. ഈ നേതാക്കളുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടായിരുന്നു MLA ഈ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയത്. അത് വലിയൊരു പ്രതിസന്ധിയാകുമെന്ന ഒരു കണക്കുകൂട്ടലുണ്ട് ഒരു വശത്ത്. അതേസമയം തന്നെ LDF-നെ സംബന്ധിച്ച് CPI CPM തർക്കമാണ് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഈ CPI ഇപ്പോഴും പലയിടങ്ങളിലും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. മാത്രവുമല്ല, ഈ PK ശശി അനുകൂലി വിഭാഗമൊക്കെ ഇത്തവണ ജില്ലാ നേതൃത്വത്തിനെതിരെയൊക്കെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അവർ അങ്ങനെ മറുവിഭാഗമായി തന്നെ മത്സരിക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ മറ്റ് വിഭാഗീയ പ്രശ്നങ്ങൾ, വിമതരുടെ ശല്യം, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു 3 മുന്നണികളെ സംബന്ധിച്ചും തലവേദനയാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഇത്തവണ. മാത്രവുമല്ല, പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് BJP കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുള്ള ഒരു നഗരസഭയാണ്. ഇത്തവണയും ആ അധികാരം തുടരാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ BJP-ക്കുണ്ട്. പക്ഷെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ UDF-നുണ്ട്. കൃത്യമായ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുമെന്ന് LDF കണക്കുകൂട്ടുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. മറ്റൊന്നുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി സംബന്ധിച്ച വിഷയം തന്നെയായിരുന്നു. MLA-ക്ക് ഇത്തവണ പാലക്കാടാണ് വോട്ടുള്ളത്. ഇന്ന് കോടതി രണ്ടാമത്തെ കേസ് കൂടി പരിഗണിക്കുന്ന ഈ വേളയിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ എന്തെങ്കിലും ഒരു നിലപാടുണ്ടായാൽ നാളെ വോട്ട് ചെയ്യാൻ MLA എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ വലിയ ചർച്ചയാകും. എന്തായാലും ഈ നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. രാവിലെ മുതൽ തന്നെ വീടുകൾ കയറിയുള്ള പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഷംന. ഇനി കാസർകോട്ടെ അരുൺ പാറക്കൽ കൂടി ചേരുന്നു ഇന്നത്തെ പ്രചാരണത്തെക്കുറിച്ചും നാളത്തെ വോട്ടെടുപ്പിനെ കുറിച്ചും പറയാൻ. പറയൂ അരുൺ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ്. ഇവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടിയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. ജില്ലയിൽ 9 ഇടങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. ആകെ 725 വാർഡുകളിലേക്കായി 1242 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലെ കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. നഗരസഭകളിലെ 120 വാർഡുകളിലേക്കായി 128 പോളിംഗ് സ്റ്റേഷനുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടയിൽ വലിയൊരു പ്രതിസന്ധി, ഉദ്യോഗസ്ഥർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പോസ്റ്റൽ ബാലറ്റ് സംബന്ധിച്ചാണ്. ഈ ഉദ്യോഗസ്ഥർക്ക്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു നടപടിക്രമം അത് ഇനിയും പൂർത്തിയായിട്ടില്ല. പോസ്റ്റ് ബാലറ്റ് 500-ലേറെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്ന ഒരു പരാതി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 900 ഉദ്യോഗസ്ഥരാണ് ഇതിനുവേണ്ടി അപേക്ഷിച്ചിരുന്നത്. പക്ഷേ 500ഓളം ഉദ്യോഗസ്ഥർക്ക് ഇനിയും ഈ പോസ്റ്റ് ബാലറ്റ് ലഭിച്ചിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഈ സ്പീഡ് പോസ്റ്റുകൾ തരംതിരിക്കുന്നത് കാസർഗോഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. അവിടെ തിങ്കളാഴ്ച അവിടെ നിന്ന് തരംതിരിച്ചു കഴിഞ്ഞ് അത് സബ് പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഈ പോസ്റ്റൽ ബാലറ്റ് അയച്ചിരുന്നു. പക്ഷേ ഇനിയും ഇന്നലെ വൈകിട്ട് വരെ ഈ ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ ഈ പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചിട്ടില്ല എന്നൊരു പരാതി ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അതിലാണ് ഇനിയൊരു പരിഹാരം ഉണ്ടാകേണ്ടത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട മുന്നണികളുടെ പ്രചരണം നിലവിൽ ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. മുന്നണികളെല്ലാം തന്നെ ചങ്കിടിപ്പോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. അടിയൊഴുക്കുകൾക്കുള്ള ദിവസമാണിന്ന്. അടിയൊഴുക്കുകൾ എന്തും സംഭവിക്കും. കാരണം കാസർഗോഡ് ജില്ലയിലെ 38 പഞ്ചായത്തുകളാണ്. 38 പഞ്ചായത്തുകളിൽ 20ഓളം പഞ്ചായത്തുകൾ UDF പിടിമുറുക്കിയിട്ടുണ്ട്. 8 പഞ്ചായത്തുകളിലാണ് 2020-ലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ UDF-ന് ഒരംഗം പോലും ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ തന്നെ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് UDF-ന്റെ ഒരു വിലയിരുത്തൽ. 19 പഞ്ചായത്തുകളായിരുന്നു കഴിഞ്ഞ തവണ LDF വിജയിച്ചത്. പക്ഷേ അതിൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ഇത്തവണ ഭരണം എത്തിക്കാൻ കഴിയുമെന്നാണ് LDF-ന്റെ ഒരു വിലയിരുത്തൽ. 9 പഞ്ചായത്തുകൾ BJP-യും ലക്ഷ്യമിട്ടിട്ടുണ്ട്. എന്തായാലും പഴുതടച്ചുള്ള ഒരു പ്രചരണം ഇന്നുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.